നമസ്കാരം. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ ക്യാപിറ്റൽ മാർക്കറ്റിനുള്ള പ്രാധാന്യം വളരെ വലുതാണ്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റിൽ തന്നെ പ്രൈമറി മാർക്കറ്റും അതേപോലെ സെക്കൻഡറി മാർക്കറ്റും വരും. സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ലിസ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഷെയർസ്, സ്റ്റോക്ക്, ബോൺസ് ഒക്കെ ട്രേഡ് ചെയ്യുന്നത് സെക്കൻഡറി മാർക്കറ്റിലാണ്. എന്നാൽ ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്യുന്നത് പ്രൈമറി മാർക്കറ്റിലുമാണ്. അപ്പൊ എന്താണ് പ്രൈമറി മാർക്കറ്റ് എന്നുള്ളത് വിശദമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ഇൻ ദ പ്രൈമറി മാർക്കറ്റ്, കമ്പനീസ് സെൽ ന്യൂ സ്റ്റോക്സ് ആൻഡ് ബോൺസ് ടു ദ പബ്ലിക് ഫോർ ദ ഫസ്റ്റ് ടൈം. ഒരു കമ്പനി ആദ്യമായിട്ട് അവരുടെ സ്റ്റോക്സും ബോൺസും ഒക്കെ പബ്ലിക്കിന് വേണ്ടി ഇഷ്യൂ ചെയ്യുമ്പോൾ, ക്യാപിറ്റൽ റൈസ് ചെയ്യാൻ വേണ്ടി പബ്ലിക്കിന് വേണ്ടി ഇഷ്യൂ ചെയ്യുന്നത് ആദ്യമായിട്ട് ചെയ്യുന്നത് പ്രൈമറി മാർക്കറ്റിലാണ്. അപ്പൊ അതാണ് പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഉദാഹരണമാണ് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. IPO ആ പേരിൽ പറയുന്നത് പോലെ തന്നെ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്, ആദ്യമായിട്ട് പബ്ലിക്കിന് ഓഫർ ചെയ്യുകയാണ്. ഇനി കമ്പനീസിനും ഗവൺമെന്റ്സിനും അതേപോലെ പബ്ലിക് സെക്ടർ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും എല്ലാം ഇതേപോലെ പ്രൈമറി മാർക്കറ്റ്സിലൂടെ ന്യൂ സ്റ്റോക്സും ബോൺസും ഇഷ്യൂ ചെയ്തുകൊണ്ട് ഫണ്ട് റേസ് ചെയ്യുകയും ക്യാപിറ്റൽ കണ്ടെത്തുകയും ചെയ്യാവുന്നതാണ്. പ്രൈമറി മാർക്കറ്റ്സിന് തന്നെ മറ്റൊരു പേരാണ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ്. ഇപ്പൊ ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പ്രൈമറി മാർക്കറ്റ് തന്നെയാണ്. ഇനി സെബി തന്നെയാണ് പ്രൈമറി മാർക്കറ്റ്സ് റെഗുലേറ്റ് ചെയ്യുന്നത് എന്നും തന്നെ ഒന്ന് മനസ്സിലാക്കുക. അപ്പൊ പ്രൈമറി മാർക്കറ്റ്സുമായി ബന്ധപ്പെട്ട ആമുഖമായി ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനി പ്രൈമറി മാർക്കറ്റിൽ ക്യാപിറ്റൽ റൈസ് ചെയ്യാൻ വിവിധ മാർഗങ്ങളുണ്ട്. എന്തെല്ലാമാണത്? ഒന്നാമത്തത് പബ്ലിക് ഇഷ്യൂ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞ IPO തന്നെ. ഇവിടെ കമ്പനി ഇഷ്യൂസ് ന്യൂ സെക്യൂരിറ്റീസ് ത്രൂ IPO. കമ്പനി പുതിയ സെക്യൂരിറ്റീസ് IPO ആയിട്ട് ഇഷ്യൂ ചെയ്യുകയും ആദ്യമായിട്ട് പബ്ലിക്കിന് അവൈലബിൾ ആക്കി കൊടുക്കുകയുമാണ്. അതായത് അവർക്ക് ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് പബ്ലിക്കിന് വേണ്ടി അവരുടെ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുകയും അതിലൂടെ ക്യാപിറ്റൽ കണ്ടെത്തുകയും ചെയ്യുന്നു. രണ്ടാമത്തെ മാർഗമാണ് റൈറ്റ്സ് ഇഷ്യൂ. റൈറ്റ്സ് ഇഷ്യൂ എന്ന് പറയുമ്പോൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് തന്നെ അവരുടെ അഡീഷണൽ ന്യൂ സെക്യൂരിറ്റീസ് പ്രൊവൈഡ് ചെയ്യുകയും ഫണ്ട് കണ്ടെത്തുകയും ചെയ്യുന്നതാണ്. മൂന്നാമത്തത് പ്രൈവറ്റ് പ്ലേസ്മെന്റ് ആണ്. പ്രൈവറ്റ് പ്ലേസ്മെന്റിൽ ചില സെലക്ടഡ് ഇൻവെസ്റ്റേഴ്സിന് മാത്രം ഷെയർസ് കൊടുക്കുകയും അവരിൽ നിന്ന് മാത്രം ക്യാപിറ്റൽ റൈസ് ചെയ്യുകയും ചെയ്യുന്നതാണ്. ഈ നാലാമത്തത് പ്രിഫറൻഷ്യൽ അലോട്ട്മെന്റ് ആണ്. പ്രിഫറൻഷ്യൽ അലോട്ട്മെന്റിൽ ചില മുൻഗണനാടിസ്ഥാനത്തിൽ ഇൻവെസ്റ്റേഴ്സിനെ തിരഞ്ഞെടുക്കുകയും അവർക്ക് മാത്രം ഷെയർസ് അലോട്ട് ചെയ്യുകയും അവരുടെ അടുത്ത് നിന്നും ഫണ്ട് ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്ന മെത്തേഡാണ് പ്രിഫറൻഷ്യൽ അലോട്ട്മെന്റ്. ചുരുക്കത്തിൽ പ്രൈമറി മാർക്കറ്റ്സിൽ ക്യാപിറ്റൽ റൈസ് ചെയ്യാൻ ഇത്തരം മാർഗങ്ങളെല്ലാം ഉപയോഗപ്പെടുത്താവുന്നതാണ് എന്നർത്ഥം. ഇനി പ്രൈമറി മാർക്കറ്റ്സും സ്റ്റോക്ക് എക്സ്ചേഞ്ചും തമ്മിലുള്ള ഡിഫറൻസസുകൾ നമുക്ക് നോക്കാം. ഫംഗ്ഷൻസിന്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ പ്രൈമറി മാർക്കറ്റ്സിൽ പുതിയ സെക്യൂരിറ്റീസ് ആണ് ഡീൽ ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാം. എന്നാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചസിലേക്ക് വരുമ്പോൾ ഓൾറെഡി ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ആണ് ഡീൽ ചെയ്യുന്നത്. സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ലിസ്റ്റ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് വീണ്ടും ട്രേഡ് ചെയ്യുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചസിലാണ്. ഉദാഹരണത്തിന് നമുക്ക് ആദ്യമായിട്ട് ഒരു കമ്പനി അവരുടെ സെക്യൂരിറ്റീസ്, സ്റ്റോക്സും ബോൺസും ഒക്കെ പബ്ലിക്കിന് വേണ്ടി ഇഷ്യൂ ചെയ്യുന്നത് പ്രൈമറി മാർക്കറ്റിലാണെങ്കിൽ ആദ്യം ചെയ്യുമ്പോൾ പ്രൈമറി മാർക്കറ്റിലും അത് രണ്ടാമത് ചെയ്യുമ്പോൾ അത് സെക്കൻഡറി മാർക്കറ്റായി മാറുകയും സ്റ്റോക്ക് എക്സ്ചേഞ്ചസിലൂടെ ട്രേഡ് ചെയ്യപ്പെടുകയുമാണ് ചെയ്യുന്നത്. അപ്പൊ രണ്ടാമത്തത് ഓർഗനൈസേഷന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ പ്രൈമറി മാർക്കറ്റ്സിൽ നോ അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗനൈസേഷൻ സെറ്റപ്പ് ആണ്. എന്നാൽ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൽ അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സെറ്റപ്പ് ഒക്കെ സ്ട്രോങ് ആയിരിക്കും. ഇനി പ്രൈമറി മാർക്കറ്റ്സിൽ സർവീസിന്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷൻസ് നടക്കുമ്പോൾ, സർവീസ് റെൻഡർ ചെയ്യുമ്പോൾ, സ്റ്റോക്ക് എക്സ്ചേഞ്ചസിലേക്ക് വരുമ്പോൾ ഓൺ റൂൾസും ലോസും ഉള്ളത് കൊണ്ട് തന്നെ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ബെറ്റർ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചസിന് സാധിക്കുന്നു. ഇനി പ്രൈമറി മാർക്കറ്റ്സിൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻസ് പറയുമ്പോൾ അത് ഡയറക്ട്ലി ആണെങ്കിൽ, ഇൻഡയറക്ട്ലി ആണ് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൽ വരുന്നത്. കാരണം ക്യാപിറ്റൽസ് റൈസ് ചെയ്യുന്നത് ത്രൂ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആയതുകൊണ്ട് തന്നെ. ഇനി മാർക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡിഫറൻസസുകൾ പറയുമ്പോൾ ന്യൂ സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയുള്ള ന്യൂലി ക്രിയേറ്റഡ് മാർക്കറ്റ്സ് ആണ് പ്രൈമറി മാർക്കറ്റ്സ് എന്ന് നമുക്ക് പറയാം. ഇവിടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ഉള്ള റെഡി മാർക്കറ്റ്സ് ഫോർ സെക്യൂരിറ്റീസ് ആണ്.
എന്നും നമുക്ക് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രൈമറി മാർക്കറ്റ്സും സ്റ്റോക്ക് എക്സ്ചേഞ്ചും തമ്മിലുള്ള ഡിഫറൻസസുകളായി നമുക്ക് പറയാൻ സാധിക്കാം. ഇനി ഫങ്ഷൻസ് ഓഫ് പ്രൈമറി മാർക്കറ്റ്സ്, പ്രൈമറി മാർക്കറ്റ്സിന്റെ സർവീസസുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവരുടെ ഫങ്ഷൻസുകൾ എന്തൊക്കെയാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ പ്രധാനമായിട്ടും പ്രൈമറി മാർക്കറ്റിന്റെ ഫങ്ഷൻസുകളായിട്ട് 4 എണ്ണമാണ് കൊടുത്തത്. 1 ഒറിജിനേഷൻ, 2 പ്രൊപ്പഗേഷൻ, 3 അണ്ടർ റൈറ്റിംഗ്, 4 ഡിസ്ട്രിബ്യൂഷൻ. ഒറിജിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ പ്രപ്പോസൽ ആദ്യമായിട്ട് വരുമ്പോൾ അതിനെ വിശദമായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയും ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സാണ് ഒറിജിനേഷൻ എന്ന് പറയുന്നത്. ഇത് ഇനീഷ്യേറ്റ് ചെയ്യുക സ്വാഭാവികമായിട്ടും പുതിയൊരു സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പാണ്. മാത്രമല്ല പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ അതിൽ വളരെ വിശദമായിട്ട് എക്കണോമിക് കണ്ടീഷൻസിനെ കുറിച്ചും അതേപോലെ ഫിനാൻഷ്യൽ, ലീഗൽ, ടെക്നിക്കൽ ആസ്പെക്ട്സ് എല്ലാം ഒരു പുതിയ പ്രൊജക്റ്റ് ആകുമ്പോൾ ആ പ്രൊജക്റ്റിന്റെ സൗണ്ട്നെസ് മനസ്സിലാക്കുന്നതിന് വേണ്ടി, ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഇത്തരം കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിശദമായ പഠനമാണ് ഒറിജിനേഷൻ എന്ന് പറയുന്നത്. മാത്രമല്ല ഇത് മെർച്ചന്റ് ബാങ്കേഴ്സിന്റെ സഹായത്തോടു കൂടിയാണ് കണ്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യുന്നത്. പ്രൈമറി മാർക്കറ്റിന്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനായ ഒറിജിനേഷൻ, ഈ ഒറിജിനേഷനിൽ മെർച്ചന്റ് ബാങ്കേഴ്സിന്റെ സഹായത്തോടു കൂടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ, മെർച്ചന്റ് ബാങ്കേഴ്സ് എന്ന് പറയുമ്പോൾ അതെന്താണ് എന്ന് നമ്മൾ വിശദമായിട്ട് പിന്നീട് പറയും. എങ്കിലും മെർച്ചന്റ് ബാങ്കേഴ്സ് ക്യാൻ ബി എ ബാങ്ക്, ഒരു ബാങ്ക് ആവാം, അതേപോലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ മറ്റു പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫേംസിനെല്ലാം ഒരു മെർച്ചന്റ് ബാങ്കറായി പ്രവർത്തിക്കാം. ഇനി പ്രൊപ്പഗേഷൻ രണ്ടാമത്തെ ഫംഗ്ഷനാണ്. പ്രൈമറി മാർക്കറ്റ്സിന്റെ രണ്ടാമത്തെ ഫംഗ്ഷനാണ് പ്രൊപ്പഗേഷൻ. പ്രൊപ്പഗേഷൻ എന്ന് പറയുമ്പോൾ അപ്രോപ്രിയേറ്റ് മീഡിയയിലൂടെ ഇൻവെസ്റ്റേഴ്സിലേക്ക് ഇൻഫർമേഷൻസ് എത്തിക്കുന്നതാണ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്, പ്രചരിപ്പിക്കുന്നതിനെയാണ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫർമേഷൻ അബൌട്ട് ന്യൂ ഇഷ്യൂ ഷുഡ് ബി ഇന്റിമേറ്റഡ് ടു ദ ഇൻവെസ്റ്റേഴ്സ് ത്രൂ അപ്രോപ്രിയേറ്റ് മീഡിയ. മൂന്നാമത്തെ ഫംഗ്ഷൻ ആണ് പ്രൈമറി മാർക്കറ്റിന്റെ അണ്ടർ റൈറ്റിംഗ് എന്നുള്ളത്. അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അണ്ടർ റൈറ്റേഴ്സ് ഉണ്ടാവും, അണ്ടർ റൈറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യും. അണ്ടർ റൈറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആ കമ്പനിയുടെ ഷെയർസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യുമോ എന്നുള്ളത് ഉറപ്പില്ല. അപ്പോൾ ഒരു അണ്ടർ റൈറ്ററുമായിട്ട് ഒരു എഗ്രിമെന്റിൽ എത്തുകയാണ് അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിൽ എത്തുകയാണ്. എങ്ങനെ? മുഴുവൻ ഷെയർസും പബ്ലിക് പർച്ചേസ് ചെയ്തിട്ടില്ല എങ്കിൽ അത് അണ്ടർ റൈറ്റേഴ്സ് പർച്ചേസ് ചെയ്തോളാം എന്നുള്ളത്. അപ്പൊ അണ്ടർ റൈറ്റർ വിൽ പർച്ചേസ് അൺസോൾഡ് ഷെയർസ് ഇഫ് ഇറ്റ് കനോട്ട് മാനേജ് ടു സെൽ ദ റെക്കോർഡ് നമ്പർ ഓഫ് ഷെയർസ് ടു ദ പബ്ലിക്. അപ്പൊ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അണ്ടർ റൈറ്റർ ആയിട്ട് പ്രവർത്തിക്കാവുന്നതാണ്. അപ്പൊ അണ്ടർ റൈറ്റേഴ്സിന് എക്സാമ്പിൾ ആയിട്ട് പ്രമുഖമായിട്ടുള്ള ചില കമ്പനികളുടെ പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. JP മോർഗൻ പോലുള്ള പ്രമുഖമായിട്ടുള്ള കമ്പനികൾ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. അണ്ടർടേക്കിംഗ് എഗ്രിമെന്റ്സ് മേ ബി ഇൻ 3 ഫോംസ്. അപ്പൊ അണ്ടർ റൈറ്റിംഗുമായി ബന്ധപ്പെട്ടുള്ള എഗ്രിമെന്റ്സുകൾ എന്ന് പറയുമ്പോൾ അത് 3 തരത്തിലാണ് ഉണ്ടാവുക. ഒന്നാമത്തത് ഗ്യാരണ്ടിയിങ് ദ ഇഷ്യൂ ആണ്. ഗ്യാരണ്ടിയിങ് ദ ഇഷ്യൂയിൽ അണ്ടർ റൈറ്റർ പ്രോമിസ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു നിശ്ചിത നമ്പർ ഓഫ് ഷെയർസ് ആളുകൾ വാങ്ങിയിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ അതിനുള്ള ഗ്യാരണ്ടി അല്ലെങ്കിൽ അത്തരം ഷെയർസ് ആര് പർച്ചേസ് ചെയ്തോളാം എന്ന് പറയും? അണ്ടർ റൈറ്റേഴ്സ് പർച്ചേസ് ചെയ്തോളാം എന്ന് പറയുന്നതാണ് ഗ്യാരണ്ടിയിങ് ദ ഇഷ്യൂ എന്ന് പറഞ്ഞ എഗ്രിമെന്റ്. ഇനി ഔട്ട്റൈറ്റ് പർച്ചേസ് ആണ് രണ്ടാമത്തത്. ഔട്ട്റൈറ്റ് പർച്ചേസിൽ അണ്ടർ റൈറ്റർ എന്ത് ചെയ്യും? പൂർണ്ണമായിട്ടും വോൾ ഷെയർസും വാങ്ങുകയും പിന്നീട് അത് പബ്ലിക്കിന് അണ്ടർ റൈറ്റേഴ്സ് വിൽക്കുകയും ചെയ്യുന്നതാണ് ഔട്ട്റൈറ്റ് പർച്ചേസ് എന്ന് പറയുന്നത്. ഇവിടെ പൂർണ്ണമായിട്ടും മൊത്തമായിട്ട് പർച്ചേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തത് സിൻഡിക്കേറ്റ് അണ്ടർ റൈറ്റിംഗ് ആണ്. ഇവിടെ സെവറൽ അണ്ടർ റൈറ്റേഴ്സ് ഫോം എ സിൻഡിക്കേറ്റ്. വിവിധ അണ്ടർ റൈറ്റേഴ്സുകൾ ചേർന്നുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുകയും അല്ലെങ്കിൽ അവരൊരു ഗ്രൂപ്പ് ആവുകയും എന്നിട്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് അവർ കമ്പനിയുമായി എഗ്രിമെന്റിൽ എത്തുകയും ചെയ്യുകയാണ് ചെയ്യുക. അപ്പൊ ഈ 3 തരത്തിലുള്ള എഗ്രിമെന്റ്സുകൾ 3 ഫോംസുകളാണ് അണ്ടർ റൈറ്റിംഗുമായി ബന്ധപ്പെട്ട് ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളത്. ഇനി നാലാമത്തെ ഫംഗ്ഷൻ ആണ് ഡിസ്ട്രിബ്യൂഷൻ. പ്രൈമറി മാർക്കറ്റ്സിലെ നാലാമത്തെ ഫംഗ്ഷൻ ആയ ഡിസ്ട്രിബ്യൂഷൻ എന്നാൽ സെയിൽ ഓഫ് ദ സെക്യൂരിറ്റീസ് ടു ദ സുപ്രീം ഓർ ഹയസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് ഈസ് ടൈംഡ് ആസ് ഡിസ്ട്രിബ്യൂഷൻ. ഡിസ്ട്രിബ്യൂഷൻ എന്നാൽ സുപ്രീം ഓർ ഹയസ്റ്റ് ഇൻവെസ്റ്റേഴ്സിലേക്ക് സെക്യൂരിറ്റീസ് സെയിൽ
ചെയ്യുന്നതിനെയാണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഈ ഫംഗ്ഷൻ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റേഴ്സുമായി ഏറ്റവും അടുപ്പമുള്ള ബ്രോക്കേഴ്സും ഡീലേഴ്സുമായിരിക്കും. ബ്രോക്കേഴ്സിനെയും ഡീലേഴ്സിനും കൂടുതൽ അവരുടെ അടുത്ത് ഇൻവെസ്റ്റേഴ്സിന്റെ കോണ്ടാക്ട്സും അധികം ബന്ധവും ഉള്ളത് കൊണ്ട് തന്നെ ത്രൂ ബ്രോക്കേഴ്സ് ആൻഡ് ഡീലേഴ്സ് ആയിരിക്കും ഡിസ്ട്രിബ്യൂഷൻ പ്രോസസ്സ് കൂടുതലും സാധ്യമാവുന്നത്. അപ്പൊ ഫങ്ഷൻസ് 4 ഫങ്ഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്: ഒറിജിനേഷൻ, പ്രൊപ്പഗേഷൻ, അണ്ടർ റൈറ്റിംഗ്, അതേപോലെ ഡിസ്ട്രിബ്യൂഷൻ. ഇനി പ്രൈമറി മാർക്കറ്റ്സിലെ ഇന്റർമീഡിയറീസ് ആയി പ്രവർത്തിക്കുന്നത് ആരൊക്കെയാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പ്ലെയേഴ്സ് ആരൊക്കെയാണ്? ഒന്നാമത്തത് മർച്ചന്റ് ബാങ്കറാണ്. മെർച്ചന്റ് ബാങ്കേഴ്സ് പ്രധാനപ്പെട്ടതാണ്. മെർച്ചന്റ് ബാങ്കേഴ്സ് എന്നുള്ളത്, മർച്ചന്റ് ബാങ്കേഴ്സ് എന്ന് പറഞ്ഞാൽ മാനേജേഴ്സ് ആണ്, മാനേജേഴ്സ് ടു ദ ഇഷ്യൂ. രണ്ടാമത്തത് അണ്ടർ റൈറ്റേഴ്സ്, 3 രജിസ്ട്രാർസ്, 4 ബാങ്കേഴ്സ്, 5ാമത്തത് ബ്രോക്കേഴ്സ്. ഇവിടെ ആദ്യത്തെ മെർച്ചന്റ് ബാങ്കേഴ്സ്, പ്രധാനപ്പെട്ട പോയിന്റായ മെർച്ചന്റ് ബാങ്കേഴ്സ് ആരാണ് എന്ന് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ മാനേജേഴ്സ് ടു ദ ഇഷ്യൂ എന്ന് പറയുന്നത് ആരാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ഇഷ്യൂയിങ് കമ്പനി ഒരു മെർച്ചന്റ് ബാങ്കറെ അപ്പോയിന്റ് ചെയ്യും. എന്തിനു വേണ്ടിയാണ്? സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ ആക്ടിവിറ്റീസും മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ മെർച്ചന്റ് ബാങ്കേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ മെർച്ചന്റ് ബാങ്കർ അവർക്ക് ധാരാളം ഫങ്ഷൻസുകൾ ഉണ്ടാവും, റോൾസുകൾ ഉണ്ടാവും. മെർച്ചന്റ് ബാങ്കേഴ്സിന്റെ റോളുകളും സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പും ആഫ്റ്റർ ദ ഇഷ്യൂ അവരുടെ റോൾസുകൾ ഉണ്ട്, അതോടൊപ്പം തന്നെ അവരുടെ ഫങ്ഷൻസുകൾ ഉണ്ട്. അപ്പോൾ മെർച്ചന്റ് ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെർച്ചന്റ് ബാങ്കിങ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ബാങ്കിങ് ആൻഡ് കൺസൾട്ടൻസി സർവീസസ്. അവിടെ ബാങ്കിങ് പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ കൺസൾട്ടൻസി സർവീസസും ചെയ്യുന്നു. ഇറ്റ് പ്രൊവൈഡ്സ് കൺസൾട്ടൻസി ടു ദ ക്ലയന്റ്സ് ഫോർ ഫിനാൻഷ്യൽ, മാർക്കറ്റിംഗ് ആൻഡ് മാനേജറിയൽ ആൻഡ് ലീഗൽ മാറ്റേഴ്സ്. ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം, ഫിനാൻഷ്യൽ ആയിട്ടും മാർക്കറ്റിംഗുമായിട്ടും മാനേജറിയൽ ആൻഡ് ലീഗൽ മാറ്റേഴ്സിലെല്ലാം തന്നെ കൺസൾട്ടൻസി സർവീസസ് ക്ലയന്റ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന പ്രവർത്തനമാണ് മെർച്ചന്റ് ബാങ്കേഴ്സ് ചെയ്യുന്നത്. അപ്പൊ കൺസൾട്ടൻസി എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് അഡ്വൈസ് ആണ്. അഡ്വൈസ് കൊടുക്കുക, ഗൈഡൻസ് കൊടുക്കുക, സർവീസസ് കൊടുക്കുക. ഇതിനെല്ലാം തന്നെ മെർച്ചന്റ് ബാങ്കേഴ്സ് അവർക്ക് സാമ്പത്തികമായ നേട്ടം ആവശ്യമായത് കൊണ്ട് തന്നെ ഫീ വാങ്ങുന്നതുമാണ്. അപ്പൊ മെർച്ചന്റ് ബാങ്കേഴ്സിന്റെ ഫങ്ഷൻസ് വിശദമായിട്ട് നമുക്ക് നോക്കാം. മാനേജ്മെന്റ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ഓഫറിംഗ് ഒന്നാമത്തെ ഫങ്ഷൻ ആണ്. മാനേജ്മെന്റ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ഓഫറിംഗ്. ഇവിടെ കമ്പനീസിനെ ഫണ്ട് മാർക്കറ്റിൽ നിന്നും റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അസിസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഈ പറയുന്ന മാനേജ്മെന്റ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ഓഫറിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത് പ്ലേസ്മെന്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. പ്ലേസ്മെന്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ മെർച്ചന്റ് ബാങ്കർ ഇവിടെ ഹെൽപ്പ് ചെയ്യാണ് വാരിയസ് സെക്യൂരിറ്റീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മാത്രമല്ല മൂന്നാമത്തത് കോർപ്പറേറ്റ് അഡ്വൈസറി സർവീസസ് ആണ്. കോർപ്പറേറ്റ് അഡ്വൈസറി സർവീസസ് എന്ന് പറയുമ്പോൾ മെർച്ചന്റ് ബാങ്കേഴ്സ് ഓഫർ ചെയ്യാണ് ക്ലയൻസിന് വേണ്ടിയിട്ട് അവരുടെ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻസ്, അതായത് ഫിനാൻഷ്യൽ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻസ് വളരെ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഓരോ ക്ലയൻസിനും വേണ്ട രീതിയിൽ മെർച്ചന്റ് ബാങ്കേഴ്സ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള അഡ്വൈസറി സർവീസസ്, കോർപ്പറേറ്റ് അഡ്വൈസറി സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് മെർച്ചന്റ് ബാങ്കറുടെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. അപ്പോൾ ഈ കോർപ്പറേറ്റ് അഡ്വൈസറി സർവീസസിൽ ഉൾപ്പെട്ടതാണ് ഫിനാൻഷ്യൽ സ്ട്രക്ചറിങ്ങും റീഫിനാൻസിങ് ആൾട്ടർനേറ്റീവ്സും എല്ലാം. ഫിനാൻഷ്യൽ സ്ട്രക്ചറിങ് എന്ന് പറയുമ്പോൾ കൃത്യമായ ശരിയായ രീതിയിലുള്ള ക്യാപിറ്റൽ സ്ട്രക്ചർ തീരുമാനിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ റീഫിനാൻസിങ് ആൾട്ടർനേറ്റീവ്സ് എന്ന് പറയുമ്പോൾ മെർച്ചന്റ് ബാങ്കേഴ്സ് റീഫിനാൻസിങ് ആൾട്ടർനേറ്റീവ്സ് സജസ്റ്റ് ചെയ്യാണ് ചെയ്യുക ക്ലയൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഏറ്റവും ചീപ്പർ ആയിട്ടുള്ള സോഴ്സ് ഓഫ് ഫണ്ട്സ് ഏത് എന്നുള്ളത് കണ്ടെത്താൻ ഹെൽപ്പ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളൊക്കെ റീഫിനാൻസിങ് ആൾട്ടർനേറ്റീവ്സിൽ മെർച്ചന്റ് ബാങ്കർ ക്ലയൻസിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. റിസ്ക് മാനേജ്മെന്റ് ആണ് അടുത്തത്. റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല രീതിയിലുള്ള ഹെഡ്ജിങ് സ്ട്രാറ്റജീസ് സജസ്റ്റ് ചെയ്യാം. ഹെഡ്ജിങ് സ്ട്രാറ്റജീസ് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക ക്ലയൻസിന്. അതേപോലെ പ്രൊജക്ട് അഡ്വൈസറി സർവീസസ്. പ്രൊജക്ട് അഡ്വൈസറി സർവീസസ് എന്ന് പറയുമ്പോൾ ക്ലയൻസിന് ഒരു പ്രൊജക്ടിന്റെ വേരിയസ് സ്റ്റേജസിലുമുള്ള കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. അതേപോലെ ലോൺ സിൻഡിക്കേഷൻ എന്ന് പറയുന്നതാണ് അടുത്തത്. ലോൺ സിൻഡിക്കേഷൻ എന്ന് പറയുമ്പോൾ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക തന്നെയാണ് മെർച്ചന്റ് ബാങ്കേഴ്സ്. അതായത് പ്രൊജക്റ്റിന് ആവശ്യമായിട്ടുള്ള ടേം ലോൺസ് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ലോൺ സിൻഡിക്കേഷൻ എന്ന് പറയുന്നത്. ഇതെല്ലാം മെർച്ചന്റ് ബാങ്കേഴ്സിന്റെ ഫങ്ഷൻസുകളാണ്. മാത്രമല്ല പ്രൊവൈഡിങ് വെഞ്ചർ ക്യാപിറ്റൽ, അതും
മെർച്ചന്റ് ബാങ്കറുടെ ഒരു ഫംഗ്ഷൻ ആണ് വെഞ്ചർ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. ഇനി റോൾ ഓഫ് മെർച്ചന്റ് ബാങ്കേഴ്സ് ഇൻ ദ ഇഷ്യൂ മാനേജ്മെന്റ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ ഇഷ്യൂ മാനേജ്മെന്റിൽ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പും ശേഷവും മെർച്ചന്റ് ബാങ്കേഴ്സിന് റോൾസുകൾ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ എന്തൊക്കെയാണ് പ്രീ ഇഷ്യൂ മാനേജ്മെന്റ്, അവരെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് എന്തെല്ലാം റോളുകളാണ് മെർച്ചന്റ് ബാങ്കേഴ്സിനുള്ളത്? ഒന്നാമത്തത് സെബീസ് അപ്രൂവൽ ഫോർ ദ ഇഷ്യൂ നേടിയെടുക്കുക. രണ്ടാമത്തത് അണ്ടർ റൈറ്റിംഗ് തയ്യാറാക്കുക, അറേഞ്ച് ചെയ്യുക. അതേപോലെ ഫൈനലൈസ് ചെയ്യുക പ്രോസ്പെക്ടസും, അതേപോലെ വേരിയസ് ഏജൻസീസിൽ നിന്നുമുള്ള ക്ലിയറൻസും ഫൈനലൈസ് ചെയ്യുക, ഡ്രാഫ്റ്റ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതേപോലെ ഡ്രാഫ്റ്റ് ആൻഡ് ഫൈനലൈസ് അതർ ഡോക്യുമെന്റ്സ്, മറ്റു ഡോക്യുമെന്റ്സുകളൊക്കെ ഡ്രാഫ്റ്റ് ചെയ്യുകയും ഫൈനലൈസ് ചെയ്യുകയും ചെയ്യുക. എങ്ങനെയുള്ളതൊക്കെ? സച്ച് ആസ് ആപ്ലിക്കേഷൻ ഫോംസ്, അതേപോലെ ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെന്റ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഡ്രാഫ്റ്റ് ചെയ്യുകയും ഫൈനലൈസ് ചെയ്യുകയും ചെയ്യുന്ന റോൾസും കൂടെ മെർച്ചന്റ് ബാങ്കേഴ്സിനുണ്ട്. ഇതൊക്കെ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പേ ചെയ്യുന്നതാണ്. അതേപോലെ രജിസ്ട്രാറെ തിരഞ്ഞെടുക്കുന്നതും, പ്രിന്റിംഗ് പ്രസ് ഏതെന്ന് തിരഞ്ഞെടുക്കുന്നതും, അഡ്വർടൈസിംഗ് ഏജൻസീസിനെ തിരഞ്ഞെടുക്കുന്നതും, ബ്രോക്കേഴ്സിനെയും ബാങ്കേഴ്സിനെയും തീരുമാനിക്കുന്നതും, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മെർച്ചന്റ് ബാങ്കേഴ്സിന്റെ റോളുകളിൽ വരുന്നു. അപ്പൊ ഇത്തരം മാനേജ്മെന്റ് ഒക്കെ അവർ ചെയ്യുന്നു. ദെൻ അണ്ടർ റൈറ്റേഴ്സിനെ ഫൈനലൈസ് ചെയ്യുന്നതും, അതേപോലെ ഇൻവെസ്റ്റേഴ്സ് കോൺഫറൻസ് സംഘടിപ്പിക്കുക, പ്രസ് മീറ്റ് സംഘടിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള അറേഞ്ച്മെന്റ്സുകൾ ചെയ്യുന്നതും ഒക്കെ മെർച്ചന്റ് ബാങ്കേഴ്സിന്റെ പരിധിയിൽ വരുന്നു. ദെൻ ആഫ്റ്റർ ദ ഇഷ്യൂ എന്തെല്ലാം കാര്യങ്ങളാണ് മെർച്ചന്റ് ബാങ്കേഴ്സിന് വരുന്ന റോളുകൾ? ഒന്ന് കളക്ഷൻ ഓഫ് ആപ്ലിക്കേഷൻ മണിയാണ്, ആപ്ലിക്കേഷൻ മണി കളക്ട് ചെയ്യുക എന്നുള്ളത്. മറ്റൊന്ന് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് റിലേറ്റഡ് ആയിട്ടുള്ള റൈറ്റ് ടു ദ റിലേറ്റഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് റിഗാർഡിംഗ് ക്ലോസർ ഓഫ് സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റിന്റെ ക്ലോസറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചസിലേക്ക് റൈറ്റ് ചെയ്യാം. അതേപോലെ കംപ്ലൈൻസ് റിപ്പോർട്ട്സ് സെബിക്ക് അയക്കുക. അതേപോലെ റെക്കോർഡ്സും സർട്ടിഫിക്കറ്റ് ഓഫ് 90% സബ്സ്ക്രിപ്ഷൻ അതിന്റെ സർട്ടിഫിക്കറ്റും, അതേപോലെ ബാങ്ക് സർട്ടിഫിക്കറ്റും ഒക്കെ സബ്മിറ്റ് ചെയ്യുക. അതേപോലെ മേക്ക് അറേഞ്ച്മെന്റ് ടു ഒബ്റ്റെയിൻ പെർമിഷൻ ഫോർ ഡീലിംഗ് ദ സെക്യൂരിറ്റീസ് ഡീലിംഗിനുള്ള പെർമിഷൻസ് വേണ്ട അറേഞ്ച്മെന്റ്സുകൾ തയ്യാറാക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ആഫ്റ്റർ ദി ഇഷ്യൂ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു മെർച്ചന്റ് ബാങ്കർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. മെർച്ചന്റ് ബാങ്കർ ആരാണ് എന്നുള്ളതും, ആ മെർച്ചന്റ് ബാങ്കറുടെ ഫങ്ഷൻസ് എന്ത് എന്നുള്ളതും, ശേഷം അവരുടെ റോളുകൾ ഇഷ്യൂവിന് മുമ്പേയും ശേഷവും എങ്ങനെയാണ് എന്നുള്ളതും മനസ്സിലാക്കേണ്ടതുണ്ട്. ദെൻ രജിസ്ട്രാർസ് ടു ദ ഇഷ്യൂ ആണ് അടുത്ത ഇന്റർമീഡിയറി, ഇടനിലക്കാർ. പ്രൈമറി മാർക്കറ്റിൽ വരുന്ന ഇടനിലക്കാരായിട്ട് നമുക്ക് പറയാൻ കഴിയാം രജിസ്ട്രാർ ആണ്. രജിസ്ട്രാറെ സംബന്ധിച്ചിടത്തോളം അവര് ഒരു പ്രധാനപ്പെട്ട ഇന്റർമീഡിയറി ആണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ, കളക്ടിങ് ആപ്ലിക്കേഷൻസ് ഫ്രം ദ ഇൻവെസ്റ്റേഴ്സിൽ നിന്നും ആപ്ലിക്കേഷൻസ് കളക്ട് ചെയ്യുന്നു. അതേപോലെ കീപ്പിംഗ് പ്രോപ്പർ റെക്കോർഡ്സ്, കൃത്യമായ റെക്കോർഡ്സുകൾ കീപ്പ് ചെയ്യുക. അതേപോലെ ഫൈനലൈസിംഗ് ദ അലോട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ് ആൻഡ് പ്രോസസിംഗ്, എല്ലാ കാര്യങ്ങളും ഫൈനലൈസ് ചെയ്യുക. അലോട്ട്മെന്റ്സ് ഓഫ് സെക്യൂരിറ്റീസ് ആൻഡ് പ്രോസസിംഗ് ഓർ ഡിസ്പാച്ചിങ് അലോട്ട്മെന്റ് ലെറ്റേഴ്സ്, റീഫണ്ട് ഓർഡേഴ്സ്, സർട്ടിഫിക്കറ്റ് ആൻഡ് അതർ റിലേറ്റഡ് ഡോക്യുമെന്റ്സ് ഇൻ റെസ്പെക്ട് ഓഫ് ദ ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ. ദെൻ മൂന്നാമത്തെ ഇന്റർമീഡിയറി ആയിട്ടുള്ളത് അണ്ടർറൈറ്റർ തന്നെയാണ്. അണ്ടർറൈറ്റർ ആര് എന്നുള്ളതും അണ്ടർ റൈറ്റിംഗ് എന്ത് എന്നുള്ളതും നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ അണ്ടർ റൈറ്റിംഗ് ഈസ് എ കോൺട്രാക്ട്, ഒരു കോൺട്രാക്ട് ആണ് ഇൻ വിച്ച് ദ അണ്ടർറൈറ്റർ ഗ്യാരണ്ടി ദ സബ്സ്ക്രിപ്ഷൻ ടു ദ ഇഷ്യൂ. ഇപ്പൊ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിന്റെ സബ്സ്ക്രിപ്ഷൻ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് അണ്ടർറൈറ്റർ സബ്സ്ക്രൈബ് ചെയ്തോളാം എന്നുള്ള ഗ്യാരണ്ടി കൊടുക്കുന്ന എഗ്രിമെന്റ് ആണ് അണ്ടർറൈറ്റേഴ്സ് എഗ്രിമെന്റ്, അല്ലെ? അപ്പൊ അണ്ടർറൈറ്റിംഗ് എഗ്രിമെന്റ് അല്ലെങ്കിൽ കോൺട്രാക്ട്. അപ്പൊ അണ്ടർറൈറ്റർ എന്ന് പറയുമ്പോൾ അത് പ്രധാനപ്പെട്ടതാണ്. ഇവിടെ പറയുന്നു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ബാങ്കേഴ്സും മെമ്പേഴ്സ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസും ഇൻവെസ്റ്റ്മെന്റ് കമ്പനീസും ട്രസ്റ്റും ഒക്കെ വേണമെങ്കിൽ എന്ത് ആയിട്ട് പ്രവർത്തിക്കാം? അണ്ടർറൈറ്റേഴ്സ് ആയിട്ട് അവർക്കൊക്കെ പ്രവർത്തിക്കാവുന്നതാണ്. അപ്പോൾ അണ്ടർറൈറ്റർ അടുത്ത ഇന്റർമീഡിയറി ആയിരുന്നു. ഇനി നാലാമത്തെ ഇന്റർമീഡിയറി അല്ലെങ്കിൽ പ്ലെയേഴ്സ് ഇൻ പ്രൈമറി മാർക്കറ്റ് എന്നും പറഞ്ഞാൽ നമുക്ക് ബാങ്കേഴ്സിനെ തന്നെയാണ് പറയാനുള്ളത്. ബാങ്കേഴ്സിന് പ്രധാനമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട്, വെരി ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട്. അപ്പോൾ അവര് പ്രധാനമായിട്ടും ചെയ്യുന്ന കാര്യങ്ങളിൽ ചിലത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദേ കളക്ട് ആപ്ലിക്കേഷൻ മണി, ആപ്ലിക്കേഷൻ ഫോമിനോടൊപ്പം തന്നെ ആപ്ലിക്കേഷൻ മണി കളക്ട് ചെയ്യുന്നു, കമ്മീഷൻ ചാർജ് ചെയ്യുന്നു, അതേപോലെ അലോട്ട്മെന്റ് ആൻഡ് കോൾ മണി ആക്സെപ്റ്റ് ചെയ്യുന്നു, ആപ്ലിക്കേഷൻ മണി റീഫണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, പേയ്മെന്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഡിവിഡൻഡും ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള പേയ്മെന്റുകളും ഒക്കെ ഡീൽ ചെയ്യുന്നതും ബാങ്കേഴ്സ് ആണ്. മറ്റൊരു ഇന്റർമീഡിയറി ആണ്, അവസാനത്തെ ഇന്റർമീഡിയറി ആണ് ബ്രോക്കേഴ്സ്.
ബ്രോക്കേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ബ്രോക്കേഴ്സിന് ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്ത് കൃത്യമായ കോണ്ടാക്ട്സുകൾ ഉണ്ടാവും, നല്ല ബന്ധമുണ്ടാവും. അവരുടെ എക്സ്പെർട്ടൈസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൈമറി മാർക്കറ്റ്സിൽ വളരെ യൂസ്ഫുൾ ആണ് എന്ന് നമ്മൾ പ്രതിപാദിച്ചിരുന്നു. എങ്കിൽ ബ്രോക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ബ്രോക്കേഴ്സ് ആർ പേഴ്സൺസ് ഓതറൈസ്ഡ് ടു മാർക്കറ്റ് ദ ഇഷ്യൂ. ദേ ആർ രജിസ്റ്റേർഡ് മെമ്പേഴ്സ് ഓഫ് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചസിലെ രജിസ്റ്റേർഡ് മെമ്പേഴ്സ് ആണ് ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത്. അവര് യഥാർത്ഥത്തിൽ ബയേഴ്സിന്റെയും സെല്ലേഴ്സിന്റെയും ഇടയിൽ, അല്ലെങ്കിൽ പ്രോസ്പെക്റ്റീവ് ബയേഴ്സിനെയും സെല്ലേഴ്സിനെയും ഒരുമിച്ച് ചേർക്കുന്ന പ്രവർത്തനമാണ് ഒരു ബ്രോക്കർ ചെയ്യുന്നത്. അപ്പൊ ബ്രോക്കേഴ്സ് ടു ദ ഇഷ്യൂ ആർ നോട്ട് കമ്പൽസറി ഫോർ ദ പബ്ലിക് ഇഷ്യൂ. പബ്ലിക് ഇഷ്യൂവിനെ സംബന്ധിച്ചിടത്തോളം ബ്രോക്കേഴ്സ് വേണം എന്നുള്ളത് പ്രധാനമല്ലെങ്കിൽ കൂടി അവരുടെ എക്സ്പെർട്ടൈസും കോണ്ടാക്ട്സും ഇൻവെസ്റ്റേഴ്സുമായിട്ടുള്ള ബന്ധവും മാർക്കറ്റിങ്ങിന് വളരെയധികം ഗുണം ചെയ്യുമെന്നത് കൊണ്ട് തന്നെ ബ്രോക്കേഴ്സ് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്, ഒരു ഇന്റർമീഡിയറി ആയിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇനി റെമ്യൂണറേഷൻ ടു ദ ബ്രോക്കർ ആൻഡ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ബ്രോക്കറേജ് ഈസ് ഫിക്സ്ഡ് ബൈ സെബി. റെമ്യൂണറേഷൻ, ബ്രോക്കർക്കുള്ള റെമ്യൂണറേഷനും അതേപോലെ അതുമായി ബന്ധപ്പെട്ടുള്ള ബ്രോക്കറേജുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസും എല്ലാം ഫിക്സ് ചെയ്തിരിക്കുന്നത് സെബി തന്നെയാണ്. ഇനി പ്രാദേശികമായിട്ടൊക്കെ വളരെ നല്ല കമ്പനികളാണ് ജിയോജിത്ത് പോലുള്ള, അല്ലെങ്കിൽ PNB പരിവാസ് പോലുള്ള കമ്പനികളൊക്കെ വളരെ പ്രശസ്തമായ കമ്പനികളാണ്. എക്സാമ്പിൾസ് ആയിട്ട് ചില ബ്രോക്കേഴ്സിന്റെ ഉദാഹരണങ്ങളായിട്ട് നമുക്ക് പറയാം ജിയോജിത്ത്, PNB പരിവാസ് പോലുള്ള കമ്പനികൾ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രൈമറി മാർക്കറ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഇന്ന് എന്താണ് പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞു. പ്രൈമറി മാർക്കറ്റിന് മറ്റൊരു പേരാണ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ്. ക്യാപിറ്റൽ പ്രൈമറി മാർക്കറ്റിലൂടെ താഴെ പറയുന്ന മാർഗങ്ങളിലൂടെ റേസ് ചെയ്യാം എന്ന് നമ്മൾ പറഞ്ഞു. മാത്രമല്ല പ്രൈമറി മാർക്കറ്റ്സും സ്റ്റോക്ക് എക്സ്ചേഞ്ചും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയെന്ന് നമ്മൾ പ്രതിപാദിച്ചു. പ്രൈമറി മാർക്കറ്റിന്റെ ഫംഗ്ഷൻസുകൾ ഒറിജിനേഷൻ, പ്രൊപ്പഗേഷൻ, അണ്ടർറൈറ്റിംഗ്, ഡിസ്ട്രിബ്യൂഷൻ എന്നിവ നമ്മൾ വിശദമായിട്ട് ഇവിടെ പറഞ്ഞു. ഇനി പ്രൈമറി മാർക്കറ്റ്സിന്റെ ഇന്റർമീഡിയറീസ് ആരെല്ലാം എന്ന്, മെർച്ചന്റ് ബാങ്കേഴ്സ്, അവരുടെ ഫംഗ്ഷൻസ്, റോള് എന്നിവ പറഞ്ഞു. രജിസ്ട്രാർസ് ടു ദ ഇഷ്യൂ, അതേപോലെ അണ്ടർറൈറ്റർ ടു ദ ഇഷ്യൂ, ബാങ്കേഴ്സ് ടു ദ ഇഷ്യൂ, ബ്രോക്കേഴ്സ് ടു ദ ഇഷ്യൂ എന്നിവർ ഇടനിലക്കാരായിട്ട് അല്ലെങ്കിൽ ഇന്റർമീഡിയറി ആയിട്ട് പ്രൈമറി ഇഷ്യൂവിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രൈമറി മാർക്കറ്റ്സുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് വിശദമായിട്ട് ഇത് നോക്കുകയും പഠിക്കുകയും ചെയ്തതിനു ശേഷം എന്തെങ്കിലും കമന്റ്സുകൾ ഉണ്ടെങ്കിൽ രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക് യു വെരി മച്ച്.